Lot number 3. നമസ്കാരം. വയനാട് മുണ്ടക്കൈയിലും ചൂരൽമലയിലും ഉരുൾപൊട്ടൽ. പാലം തകർന്നതിനാൽ മുണ്ടക്കൈ ടൗണിലെ ദുരന്ത മേഖലയിലേക്ക് രക്ഷാപ്രവർത്തനത്തിന് എത്തുന്നതിലും ബുദ്ധിമുട്ട് നേരിടുന്നു. 19 മരണമാണ് ഇതുവരെ റിപ്പോർട്ട് ചെയ്തത്. പുലർച്ചെ 1 മണിക്ക് മുണ്ടക്കൈ ടൗണിലാണ് ആദ്യം ഉരുൾപൊട്ടൽ ഉണ്ടായത്. മൊബൈലിലും ബന്ധപ്പെടാനാകുന്നില്ല. രക്ഷാപ്രവർത്തനത്തിനായി ഹെലികോപ്റ്ററും 2 യൂണിറ്റ് സൈന്യത്തെയും എത്തിക്കും. രണ്ടാമത്തത് ചൂരൽമല സ്കൂളിന് സമീപം 4 മണിയോടെയായിരുന്നു. 3 തവണ ഉരുൾപൊട്ടി. വീടുകളും സ്കൂളുകളും തകർന്നതായി നാട്ടുകാർ പറഞ്ഞു. പ്രദേശത്ത് ഉരുൾപൊട്ടൽ സാധ്യത നിലനിൽക്കുന്നത് രക്ഷാപ്രവർത്തനത്തിന് വെല്ലുവിളിയാണെന്ന് സർക്കാർ അറിയിച്ചു. ഹലോ മാഡം. മാഡം, ഞങ്ങൾ വളരെ ടയേർഡാണ്. ഞങ്ങളെ കൊണ്ട് ഇനി പറ്റുന്നില്ല കേട്ടോ. ഞങ്ങൾ വീട്ടിലേക്ക് പോയിട്ട് ഒരാഴ്ചയായി മാഡം. മാഡം എന്താ ഈ പറയുന്നേ? അതൊന്നും ഞങ്ങൾക്കറിയണ്ട. മാഡം എത്രയും പെട്ടെന്ന് ഇവിടെ എത്തിയിരിക്കണം കേട്ടോ. ഓക്കെ ഓക്കെ ഓക്കെ. ഒരുപാട് കൂടുതലാണ്. ആസ് എ ഡോക്ടർ എനിക്ക് പറയാനുള്ളത്, ഇനി ഇറങ്ങാൻ നിൽക്കണ്ട. പ്ലീസ് മനസ്സിലാക്കൂ. എന്താണോ ലക്ഷ്മി ചേച്ചി? ലക്ഷ്മി ചേച്ചി വെള്ളത്തിലേക്ക് ചാടുവാണ്. ലക്ഷ്മി ചേച്ചി വെള്ളത്തിലേക്ക് ചാടുന്നു. കാര്യം തെളിച്ചു പറ. മേഡം, കാലത്ത് മുതലേ ഒരു ചേച്ചി വരാതിലൂടെ നടക്കുന്നില്ലായിരുന്നു. മോളെ കാണുന്നില്ല എന്ന് പറഞ്ഞിട്ട് ആ ചേച്ചി ആ പുഴയിലേക്ക് എടുത്ത് ചാടി വേണം. എന്ത് പണിയാ കാണിച്ചേ? തനിക്കറിയോ ഈ സ്ത്രീയെ? മേഡം, എനിക്കറിയാം. ചേച്ചി ഒരു പാവമാണ്. ചേച്ചിക്ക് ഒരു മോള് മാത്രമേ ഉള്ളൂ കൂടെ. ഇല്ല മേഡം, ചേച്ചി അങ്ങനെയൊന്നും ചെയ്യില്ല. ആ പുഴയുടെ നടുവിലൊരു പാറക്കെട്ടുണ്ട്. അവിടെ ആരോ ഉണ്ടെന്ന് പറഞ്ഞ് എടുത്ത് ചാടിയതാണ് മേഡം. എനിക്കൊന്നും ചെയ്യാൻ കഴിയില്ല. ഓരോ തലവേദനകളെ ഓരോരുത്തരും രാവും പകലുമില്ലാതെ ഇവിടെ കഷ്ടപ്പെടുന്നത് നിനക്കൊക്കെ ചിരക്കാൻ വേണ്ടിട്ടല്ല. ഏതാ കാലേതാന്ന് അറിയാത്ത വിധമാ ഓരോന്നിനെയും കിട്ടിക്കൊണ്ടിരിക്കുന്നത്. അതിന്റെ ഇടയില എന്റെ അവസ്ഥ എനിക്ക് മനസ്സിലാകുന്നു. എന്റെ മകളെ ഞങ്ങൾ അന്വേഷിക്കുന്നുണ്ട്. പക്ഷേ ഞങ്ങൾക്ക് ഒരറിവും കിട്ടിയില്ലടോ. മണിക്കൂറുകളായി ആ ഏരിയയില് ഒരു ടീം അന്വേഷിച്ചുകൊണ്ടിരിക്കുക. അതിനിടയില് നിങ്ങൾ ഇങ്ങനെയുള്ള മണ്ടത്തരങ്ങൾ കാണിക്കാതിരിക്കാൻ ശ്രദ്ധിക്കണം. അത് ഈ ഒരു അപകടമാണ്. അതും ഈ പ്രതികൂല കാലാവസ്ഥയിൽ. അതൊക്കെ പണി. താൻ രാവിലെ മുതൽ ഒന്നും കഴിച്ചില്ലല്ലോ. വാ, നമുക്ക് പോയി വല്ലതും കഴിക്കാം. ഞാൻ എന്ത് കഴിക്കാനാണ് മാഡം? എങ്ങനെ കഴിക്കാനാണ്? ഒന്നും അങ്ങോട്ട് ഇറങ്ങുന്നില്ല. 5 വർഷം മുമ്പ് മേപ്പാടിയിലുണ്ടായ പ്രളയത്തിൽ എനിക്ക് എന്റെ ഭർത്താവിനെ, എന്റെ കൊച്ചു ചെറുക്കനെ നഷ്ടപ്പെട്ടു. അന്ന് ഒരു കുഞ്ഞായിരുന്ന
ഇത്രയും കാലം ഞാൻ ജീവിച്ചത് എന്റെ മോൾക്ക് വേണ്ടിയിട്ടാണ്. ഈ ലോകത്ത് എനിക്കിപ്പോ അവള് മാത്രമേ ഉള്ളൂ. പക്ഷെ ഇപ്പൊ അവൾ എന്നെ തനിച്ചാക്കിയിട്ട് അവളുടെ അച്ഛന്റെ ചേട്ടന്റെ കൂടെ പോയോ? എനിക്കറിയില്ല, എനിക്കൊന്നും അറിയില്ല. പക്ഷെ ഒന്നറിയാം, നീ എന്റെ കൺമുന്നിൽ വെച്ച് ഒരു ജീവനും അനാഥമായി മരിക്കില്ല. അതിന് ഞാൻ സമ്മതിക്കില്ല. അതിനു വേണ്ടി വെള്ളത്തിലേക്കെന്നല്ല, ഏത് നരകത്തിലേക്കാണെങ്കിലും ഞാൻ ചാടിയെന്ന്. ഇയാളല്ലേ ലക്ഷ്മി? അതെ. മേഡം, താനാ സ്കൂളിലോട്ടൊന്ന് ചെന്നേ. മേഡം, താൻ ഇയാളുടെ കൂടെ പോയി. അതൊക്കെ പിന്നെ പറയാം. താൻ ഇയാളുടെ കൂടെ ചെല്ലേ. താ പോടോ. എന്താടോ? എനിത്തിങ് റോങ്? മേഡം, കൺഫേം ആയിട്ടില്ല. 4-5 പ്രായമുള്ള കുഞ്ഞിനെ ആ സ്കൂളിന്റെ ഭാഗത്ത് നിന്ന് കിട്ടിയിട്ടുണ്ട്. കേട്ടിടത്തോളം ഈ സ്ത്രീയുടെ കുഞ്ഞാണെന്ന് തോന്നുന്നു. അപ്പൊ അതൊന്ന് കൺഫേം ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഞാൻ എന്താ മേഡം അങ്ങോട്ട്. ഓക്കെ. ഉയിരായി